അനുഭവങ്ങളിലൂടെ പരസ്പര സ്നേഹമാണ് കുടുംബത്തിന്റെ നിലനിൽപ്പ്. ഭൂമിയിലെ സ്വർഗമാണ് കുടുംബമെങ്കിലും ജീവിതത്തിന്റെ സായാഹ്നം പലർക്കും നരകതുല്യമായി മാറും. ഇതാ ഇവിടെ ജീവിതത്തിൽ നിന്നുള്ള ഒരു നേർക്കാഴ്ച. മകനെയും കാത്ത് നമസ്കാരം, ഞാൻ രാമൻകുട്ടി. ഓ നമസ്കാരം, ഞാൻ ശാരദ. ഞാനിവിടെ വെറുതെ ഒരാഴ്ച താമസിക്കാൻ വന്നതാണ്. എന്റെ മോന്റെ വീടുമാറ്റം കാരണം എന്നെ നോക്കാൻ അവിടെ ആരുമില്ല. ഓ ശരി. നിങ്ങളുടെ മകൻ എന്ത് ചെയ്യുന്നു? അവനൊരു വലിയ കമ്പനിയിലാണ് ജോലി. ഓ ഞാനൊന്ന് ഫോൺ ചെയ്ത് ചോദിക്കട്ടെ, അവനൊന്ന് വീട്ടിൽ ചെന്നോ ഇല്ലയോ എന്ന്. ഹലോ 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 മോനെ. അമ്മേ, അമ്മേ ഞാൻ ഡ്രൈവ് ചെയ്യുവാ. ഞാൻ വീട്ടിൽ ചെന്നിട്ട് തിരിച്ചു വിളിക്കാം. നീ വല്ലതും കഴിച്ചോ മോനെ? ഹലോ അമ്മേ, ഞാൻ ഡ്രൈവ് ചെയ്യുകയാണ്. വീട്ടിൽ ചെന്ന് തിരിച്ചു വിളിക്കാമെന്ന് ഞാൻ പറഞ്ഞില്ലേ? തിരിച്ചു വിളിക്കാം അമ്മേ, തീർച്ചയായും വിളിക്കാം. എന്ത് പറഞ്ഞു നിങ്ങളുടെ മകൻ? കുറച്ച് കഴിഞ്ഞ് വിളിക്കാമെന്ന് പറഞ്ഞു വെച്ചു. എനിക്കെല്ലാം മനസ്സിലായി. എത്രയും പെട്ടെന്ന് ഇവിടെ നിങ്ങളുടെ സ്വന്തം എന്ന് വിചാരിച്ചാൽ അത്രയും നല്ലത്. നിങ്ങൾക്ക് എന്താണ് ഈ പറയുന്നത്? എന്റെ മകൻ നിങ്ങൾ വിചാരിക്കുന്നത് പോലൊന്നുമല്ല. അവൻ എന്നെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്. അവനില്ലാതെ എനിക്കിവിടെ താമസിക്കാൻ പറ്റില്ല, ഒരിക്കലും പറ്റില്ല. ചേച്ചി വിചാരിക്കുന്ന പോലെ ഈ സ്ഥലം അത്ര മോശമൊന്നുമല്ല. ശാന്തിയുണ്ട്, സമാധാനമുണ്ട്, കൂടാതെ സമയത്തിന് ആഹാരവും കിട്ടും, കുറച്ച് കൂട്ടുകാരെയും കിട്ടും. പിന്നെ എന്ത് വേണം? ഭജനയും പ്രാർത്ഥനയുമായി ശിഷ്ടകാലം സന്തോഷമായി ഇവിടെ കഴിഞ്ഞുകൂടാ. നിങ്ങൾ പറയുന്നത് പോലൊന്നുമല്ല. തീർച്ചയായും എന്റെ മകൻ എന്നെ കൊണ്ടുപോകാൻ വരും. നിങ്ങളെ തിരക്കാൻ ആരുമില്ലായിരിക്കും, അതാണ് നിങ്ങൾ ഇങ്ങനെയെല്ലാം പറയുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഹലോ ഹലോ മോനെ. അമ്മേ, ഞാൻ ബിസിയാ. ഹലോ അമ്മേ, ഞാൻ ഓഫീസിലാണ്. ഇവിടെ നല്ല ജോലി തിരക്കാണ്. ഞാൻ കുറച്ച് കഴിഞ്ഞ് അങ്ങോട്ട് വിളിക്കാം. ഒന്ന് വെറുതെ ഇരിക്കും ശാരദേച്ചി. നിങ്ങൾ നമ്മൾ ഫോണൊന്നും എടുക്കാൻ പോകുന്നില്ല. ദിവസങ്ങൾക്ക് ശേഷം ഹലോ ഹലോ, അമ്മയോട് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ നല്ല ജോലി തിരക്കാം. തിരക്കൊഴിയുമ്പോൾ
ഞാൻ അങ്ങോട്ട് വിളിക്കും. മോനെ, നീ മറന്നോ? എന്നെ ഇവിടെ കൊണ്ടാക്കിയിട്ട് 15 ദിവസം കഴിഞ്ഞു. ചേച്ചിക്ക് ഞാൻ പറഞ്ഞത് മോശമായി തോന്നാം. ഞാൻ പറയുന്നത് കേൾക്കൂ. പ്രതീക്ഷ ചെയ്തിട്ട് ഒരു പ്രയോജനവുമില്ല. ഇതാണ് നമ്മുടെ വിധി എന്നോർത്ത് സമാധാനിക്കും. ഇവിടെ ഉമ്മ ഒത്തുപോകാൻ ശ്രമിക്കൂ. നോക്ക്, എന്റെ മകൻ എന്നെ വിളിക്കാൻ വരും. എന്നിട്ട് ഇതിന് മറുപടി ഞാൻ പറയാം. ഓ, ഞാനില്ലാതെ എന്റെ മകൻ എങ്ങനെ കഴിയുന്നു? അവൻ വല്ലതും കഴിക്കുന്നുണ്ടാകുമോ? ചേച്ചി, നിങ്ങളുടെ മകൻ നിങ്ങളെ വന്ന് കൊണ്ടുപോകണം തന്നെയാണ് എന്റെയും ആഗ്രഹം. പക്ഷെ എനിക്ക് നല്ലതുപോലെ അറിയാം, ഈ അതിഥികളിൽ ഒരു പ്രാവശ്യം വന്നാൽ അത്ര പെട്ടെന്നൊന്നും ഇവിടുന്ന് പോകാൻ പറ്റില്ല. നിങ്ങൾ വെറുതെ ഓരോരോ കാര്യങ്ങൾ പറയുക. എനിക്കിവിടെ താമസിക്കണ്ട. ഞാൻ എന്റെ മോനെ വിളിക്കട്ടെ. നിങ്ങൾ നോക്കിക്കൂ, ഇന്ന് തന്നെ അവൻ എന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകും. ഹലോ 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 മോനെ, നീ ഇന്ന് തന്നെ എന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകണം. അമ്മേ, ഒരു ദിവസം കൂടെ അമ്മയോട് നിൽക്കും. നാളെ തീർച്ചയായിട്ടും ഞാൻ വന്ന് അമ്മയെ കൊണ്ടുപോയിക്കോളാം. നാൽപ്പത്തിയഞ്ച് ദിവസങ്ങൾക്ക് ശേഷം ചേച്ചി, ഫോൺ കട്ടായി. ആരും എടുക്കുന്നില്ല. എന്റെ മോന്റെ ഫോട്ടോ ഒന്ന് എടുത്തു തരുമോ? ഒന്നുകൂടി ശ്രമിച്ചു നോക്കൂ. ഫോൺ കട്ടായി ചേച്ചി. ചേച്ചി, ശാരദേച്ചി, ശാരദേച്ചി. ഇവിടെ ഇത് ആദ്യമായല്ല നടക്കുന്നത്. ശാരദ എന്ന സ്ത്രീ ഇവിടെ ആദ്യവുമല്ല. എന്ത് പ്രതീക്ഷകളുമായിട്ടാണ് ഈ മക്കളെ വളർന്നത്? എന്തിന് ഇത്രയും പ്രതീക്ഷകൾ വെച്ചു പുലർത്തുന്നു? എനിക്കറിയില്ല, കുട്ടികൾ എന്തിനാണ് ഇഞ്ചിച്ചായി മരിക്കാൻ വേണ്ടി ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് ഉപേക്ഷിക്കുന്നത്? ഇവിടെ ആരില്ലേ ഈ സ്ത്രീയുടെ മകളെ വിളിച്ചുകൊണ്ടുവരാൻ? പറഞ്ഞ ഒരാഴ്ചയായിരുന്നു. ഈ സാധനങ്ങൾ എവിടെ കൊണ്ടുവന്നത്? ഇവരെയും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമസ്കാരം. നമസ്കാരം. ഞാൻ ഇവിടെ ഒരുപാട് ദിവസം താമസിക്കാനല്ല വന്നത്.
ഒരു 7-8 ദിവസം കാണും. ഓ, മോനെ ബാംഗ്ലൂരിൽ ഒരു ടൂറിന് പോയിരിക്കുക. തിരികെ വരുമ്പോ എന്നെ കൂട്ടിക്കൊണ്ട് പോകും. പ്രിയ സുഹൃത്തുക്കളെ, വരവും കാത്ത് വൃദ്ധസദനങ്ങളിൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. ജീവിത സായാഹ്നത്തിൽ മക്കളുടെ സാമീപ്യം ആഗ്രഹിക്കുന്നവർ, നൊന്തുപെറ്റ മക്കളെ അവസാന നിമിഷം വരെയും കൺകുളിർക്കെ കാണണമെന്ന് ഹൃദയം കൊണ്ട് കൊതിക്കുന്നവർ, ഒരു നാൾ നാം ഈ പാതയിലൂടെ സഞ്ചരിക്കേണ്ടവരാണ്. മനുഷ്യ ജീവിതം ഒന്നേയുള്ളൂ. ഈ ചെറു ജീവിതത്തിൽ നമ്മെ നാമാക്കിയ നമ്മുടെ മാതാപിതാക്കളെ ജീവിതത്തോട് ചേർത്ത് നിർത്താം. അതെ, അവർക്കായി നമുക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വിലപ്പെട്ട സമ്മാനവും അതുതന്നെയാണ്.